ഇന്ന് നിർണായകമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. ഒന്ന് പിഴച്ചാൽ പാക് അഫ്ഗാൻ അടങ്ങുന്ന മേഖല മുഴുവൻ കത്തിച്ചാരമയക്കാം എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മുന്നറിയിപ്പ് കേവലമായിട്ടുള്ള ഒരു പ്രവചനമല്ല, മറിച്ച് ഏത് നിമിഷവും നമ്മളെ തേടി വന്നേക്കാവുന്ന അശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ്, ഉടലെടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്കിടയിലും തുർക്കിയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു സമാധാന ചർച്ച നടക്കുമ്പോൾ ഏത് നിമിഷവും അടിപൊട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്ന തുർക്കി തലസ്ഥാനമായിട്ടുള്ള അങ്കാരയിലുള്ളത്. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ശക്തമായിട്ടുള്ള ഒരു താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കാനില്ല, യുദ്ധം മാത്രമായിരിക്കും അടുത്ത പടി എന്നാണ് ആസിഫ് പറഞ്ഞിരിക്കുന്നത്. തുർക്കിയുമായി അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഇരു രാജ്യങ്ങൾ ചർച്ച നടത്തുമ്പോൾ, ഉന്നതതല ചർച്ചകൾ നടത്തുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിൽ പടർന്നു കിടക്കുന്ന, അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ആഴത്തിൽ പടർന്നു കിടക്കുന്ന അവിശ്വാസമാണ് മധ്യസ്ഥത വഹിക്കുന്ന തുർക്കിയുടെ മുൻപിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് തെക്കൻ ഏഷ്യയിൽ ചില കനത്ത നാശനഷ്ടങ്ങൾക്ക് തന്നെ കാരണമായിരിക്കും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു ആണവ ശക്തി കൂടി ആകുമ്പോൾ അങ്ങേയറ്റം ജാഗ്രതയോടെ കൂടി ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ലോകത്തിന്റെ തന്നെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും പരസ്പരം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾക്ക് ഒരു സമവായം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചർച്ച നടക്കുന്നത്. മുൻപ് 2 തവണ ഈ ചർച്ച നടന്നെങ്കിലും അത് അലസിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത്. തങ്ങൾക്കെതിരായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അത് കയ്യും കെട്ടി നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് എന്നാണ് അഫ്ഗാന്റെ ആരോപണം. നമുക്കറിയാം, അഫ്ഗാനിലെ ബഗ്രാം എയർപോർട്ടിൽ അമേരിക്കയ്ക്ക് ഒരു കണ്ണുണ്ട്. മുൻപ് അമേരിക്ക തങ്ങളുടെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ബഗ്രാം എയർപോർട്ട് ഉപേക്ഷിച്ചിട്ടാണ് 2021 അമേരിക്കയ്ക്ക് അഫ്ഗാൻ വിട്ടു പോരേണ്ടി വന്നത്. ഇന്നിപ്പോൾ അവർക്കത് വീണ്ടെടുത്താൽ കൊള്ളാവുന്നുണ്ട്. അതിനുവേണ്ടി ട്രംപിന്റെ കുശാഗ്ര ബുദ്ധിയിൽ പിറന്നതാണോ ഈ പാക് അഫ്ഗാൻ സംഘർഷം എന്ന് പോലും അഫ്ഗാൻ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അതേസമയം പാക് ബോർഡറുകളിൽ ടെഹ്രീക്ക് താലിബാൻ എന്ന തീവ്രവാദ സംഘടന അഴിച്ചുവിടുന്ന ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ അഫ്ഗാൻ ആണെന്നാണ് പാകിസ്ഥാന്റെ വാദം. അതിർത്തി തർക്കങ്ങൾ മുതൽ പ്രോക്സി സംഘർഷങ്ങൾ വരെ ഇരു രാജ്യങ്ങളും ഒരു നീണ്ട കൈപ്പേറിയ ചരിത്രം തന്നെ പങ്കിടുന്നുണ്ട്. 1968 അഫ്ഗാൻ USSR സംഘർഷം നടന്നപ്പോൾ ശത്രുപക്ഷത്ത് USSR ആണ് എന്ന ഒറ്റ കാരണത്താൽ അമേരിക്ക അഫ്ഗാനെ പിന്തുണച്ചു. അന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒഴുകിയ അമേരിക്കൻ ഡോളറുകൾ പക്ഷേ അവർ ഉപയോഗിച്ചത് ഭീകരവാദ നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യാനായിരുന്നു. ഇന്ന് നമ്മൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കാണുന്ന ഭീകരവാദ സംഘടനകളെ എല്ലാം തന്നെ പാലൂട്ടി വളർത്തിയത് അമേരിക്കയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്കാരയിലെ ചർച്ച പരാജയപ്പെട്ടാൽ ഇനി എന്ത് എന്നൊരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ ഖ്വാജ ആസിഫിന്റെ മറുപടി അതെ, യുദ്ധം മാത്രം എന്നായിരുന്നു. അതേസമയം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിനെ ഒരു മൂലക്കിരുത്തിയിട്ട് ഭരണം കൈയാളുന്നത് ഫീൽഡ് മാർഷൽ അസീം മുനീർ ആണെന്ന ആക്ഷേപങ്ങൾ അഫ്ഗാനും ഉയർത്തുന്നുണ്ട്. അടുത്തിടെ ഷരീഫും ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു ആർമി ചീഫായ മുനീർ എന്തിനാണ് പങ്കെടുത്തത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇസ്ലാമാബാദിന്റെ തിരശീലയ്ക്ക് പിന്നിൽ ഇരുന്നു കൊണ്ട് നിശബ്ദമായി ചരട് വലിക്കുന്ന ശക്തി അമേരിക്കയാണെന്ന് മനസ്സിലാകുകയുള്ളൂ എന്നാണ് അഫ്ഗാന്റെ വാദം. ഇതിപ്പോൾ വെറുമൊരു അതിർത്തി തർക്കമല്ല, അസ്ഥിരമായിട്ടൊരു പ്രദേശത്ത് അധികാരത്തിനും വിശ്വാസത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. തുർക്കിയുടെ മധ്യസ്ഥത വിജയിച്ചാൽ ദുർബലമായിട്ടുള്ള ഒരു സമാധാനം നിലനിർത്താനായിരിക്കും. എന്നാൽ തുർക്കി പരാജയപ്പെട്ടാൽ ഖ്വാജ ആസിഫിന്റെ യുദ്ധം മാത്രം എന്ന വാക്കുകൾ യാഥാർത്ഥ്യമായേക്കാം. അടുത്ത അധ്യായം മഷിയിൽ എഴുതണമോ രക്തത്തിൽ എഴുതണമോ എന്ന് തീരുമാനിക്കുന്ന അസ്വസ്ഥമായ 2 അയൽ രാജ്യങ്ങൾ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ ലോകം ശ്വാസമടക്കി അതിനെ കാത്തിരിക്കുകയാണ്.